today. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറം അമർത്തി വെച്ചാൽ ഞങ്ങളുടെ വ്ലോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കറികളിലെല്ലാത്തിലും തന്നെ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അധികം കല്ലുപ്പ് തന്നെ എല്ലാവരും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ വറുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പൊടികൾ വറുത്തിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ പൊടികളിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇതാ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ നമ്മൾ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ പീസായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെ എടുത്തിട്ടില്ല, ഒരുമിച്ച് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തതാണ് കട്ടിയിൽ. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ മുഴുവൻ പാലെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല, മുഴുവനായിട്ട് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.